കൊടിയും തീരുമാനിച്ചിട്ട് അതൊക്കെ എന്താ പറയാ, പാർട്ടി രജിസ്ട്രേഷൻ ആയിട്ടില്ലല്ലോ. നമ്മളതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നെയിം അന്ന് ഡിക്ലെയർ ചെയ്തു അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങും. മുഖ്യമന്ത്രി 11 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ പോവാണ്. മുഖ്യമന്ത്രി 11 മണിക്ക് എന്തൊരു തിരക്ക് പെട്ടെന്നാക്കി കൂടെ അതാക്കാം നമുക്ക്. മുഖ്യമന്ത്രി 11 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ പോവാണ്. അപ്പോൾ അത് എന്താണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം? ചിലപ്പോൾ രാജ്യമൊക്കെ വരും, നല്ല സാധ്യത അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവാം. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാല് അത് നടത്തിക്കൊണ്ടു പോവുക വലിയ വെല്ലുവിളിയാണ്. അത് മനസ്സിലാക്കി വേണ്ടത്ര ചർച്ച നടന്നിട്ടോ അല്ലേ? എൻ്റെ പൊന്നുമാഷേ, ഒരു 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരക്കെതിരെ നീന്തിയിട്ടുള്ളൂ. ഒരു തിരമാല എവിടെയും സോഫ്റ്റായിട്ട് കൊണ്ടു തന്നെ ലാൻഡ് ചെയ്യിച്ചിട്ടില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങൾ എൻ്റെ പിതാവിൻ്റെ അടുത്താലും വല്യപ്പാൻ്റെ അടുത്താലൊക്കെ തന്നെ അത് ഒഴുക്കിനെതിരെ എന്നും നമ്മൾ നീന്തിയിട്ടുള്ളൂ. എന്നിട്ടാണ് കര പറ്റിയിട്ടുള്ളത്. ഈ പറയുന്നതിൽ വസ്തുത ഉണ്ടെന്ന് അറിയാതെ ഒന്നുമല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ റിസ്ക്കും ഉണ്ടാകും. റിസ്ക് ആലോചിച്ചാൽ നമുക്കൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മഹേഷ് ഇപ്പോൾ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 3 സ്റ്റെപ്പ് അവിടെ ഇറങ്ങണം. ആ സ്റ്റെപ്പ് വഴുക്കിയാൽ നമ്മൾ വീഴും. നിങ്ങൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇത് വഴുക്കുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. വഴുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി വഴുക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയാലോ നിങ്ങൾ വഴുക്കി വീഴും ചെയ്യും. ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾ സുഖമായിട്ട് സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകും. അപ്പം നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ അത് ക്രോസ് ചെയ്യും. നോ പ്രോബ്ലം, വി വിൽ ഫേസ് ഇറ്റ് എന്നില്ല ആ സ്ട്രാറ്റജിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും യാതൊരു പേടിയില്ല. ഇപ്പം പലരും പറയുന്നുണ്ട് ഗൗരിയമ്മ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞു പോയി, പിന്നെ അമീരാഘവൻ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞു പോയി, കെ കരുണാകരൻ പാർട്ടി ഉണ്ടാക്കി അത് പൊളിഞ്ഞു വയ്ക്കല്ല. ഇത് ഓരോന്നും നോക്കിയാൽ MP രാഘവൻ പാർട്ടി ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഒരു വക്ക് ചെത്താനാണ് നോക്കിയത്. അത് കുറേ ചെത്തി പിന്നെ അങ്ങോട്ട് ഒട്ടി, അത് പോയി. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടായിരുന്ന സ്ട്രാറ്റജി എന്തായിരുന്നു? ഒരു പാർട്ടി ഉണ്ടാക്കാൻ നേതാവാ, അതിൻ്റെ മന്ത്രിയാവാം, അതുതന്നെയായിരുന്നു. ഗൗരിയമ്മയെ സംബന്ധിച്ച് ഒരു പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ആത്യന്തികമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. DSCയെ സംബന്ധിച്ച് എന്തായിരുന്നു? ഉപമുഖ്യമന്ത്രിയിലാണ് ആന്റണി ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കി. ഞാനുണ്ടായിരുന്നല്ലോ അതിൽ. എന്തായിരുന്നു DSCയുടെ തീരുമാനം? DIC അവസാനമായി സഖാവ് VS LDFിലെ എൻട്രി സ്റ്റോപ്പ് ചെയ്തപ്പോൾ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ പ്രസിഡന്റുമാരും ജില്ലയിലെ സീനിയർ ലീഡേഴ്സും തിരുവനന്തപുരത്ത് ശ്രീ കെ കരുണാകരൻ്റെ ഒപ്പം ഇരുന്ന് കെ മുരളീധരൻ്റെ സാന്നിധ്യത്തിൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്ത് എന്താ തീരുമാനം എടുത്തത് മനുഷ്യന് ഓർമ്മയുണ്ടോ? 140 സീറ്റിൽ മത്സരിക്കാൻ DSC തീരുമാനിച്ചു. എൻ്റെ അടുത്ത് തന്നൊരു ഫിയറ്റ് കാറാ. അപ്പോൾ ഇത് പിരിഞ്ഞിട്ട് ഞങ്ങൾ 1-2 MP മുഹമ്മദും സദാശിവേട്ടനൊക്കെ എൻ്റെ കാറിൽ കയറി ഞങ്ങൾ പോന്നു. സെയ്ദ് മുഹമ്മദ് തങ്ങളാ പ്രസിഡന്റ്, അദ്ദേഹം ട്രെയിനിലാണ് പോകുന്നത്. അദ്ദേഹം പൊന്നാനി ഇറങ്ങി രാവിലെ 7:30 മണിക്കിട്ട് ഫോണ്, മറ്റേ ഫോണാ, നിങ്ങൾ കറേ എന്നാണ് ബെല്ലടിക്കുക. ഞാൻ വന്ന് കയറിയുള്ളൂ. അപ്പോൾ അപ്പം ഫോൺ എടുത്തിട്ട് പറഞ്ഞു എന്നാ തങ്ങളെ വിളിക്കുന്നത്. അടുത്ത തങ്ങളെന്താ പറഞ്ഞ് തീരുമാനം എന്താ 140 മത്സരിക്കുക. കെ മുരളീധരൻ കൊടുവള്ളി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ DIC പൊളിഞ്ഞു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ആണ് ഇപ്പോൾ ആളുകളെ നമ്മളെ ബേജാറാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ബേജാറും ഇല്ല. നമ്മൾ നാളെ മന്ത്രിയാകാനോ നാളെ ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെ നിന്നോട്ട് സുഖമായിട്ട് പോയിട്ട് എന്തുവാണെങ്കിലും ആവാലോ. അപ്പോൾ അതിലൊന്നും ഒരു പ്രയാസം കാണും. നമ്മൾ ജനങ്ങളുടെ മനസ്സും അവരുടെ താല്പര്യവും അവരുടെ ആവശ്യവും കുറേ പുതിയ ആളുകൾ വരട്ടെന്ന്. ഈ ADGP അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ആവശ്യം നിരന്തരമായി CPI ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ നിമിഷം വരെയും അതിലൊരു നടപടിയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ CPIയുടെ ഒരു നിലപാടിന് അവിടെ പ്രസക്തി ഇല്ലാതാവുന്നുണ്ടോ പ്രതിപക്ഷത്തിൽ? അതൊക്കെ CPIക്കാരെ ആലോചിക്കട്ടെ, അവര് അത് സ്വയം ആലോചിച്ച് തീരുമാനിക്കട്ടെ. ഞാൻ എൻ്റെ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ CPIക്കാരെ ചീത്തയെ കൊണ്ട് കേൾക്കുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അത് ഈ നാടിൻ്റെ 4 ഭാഗത്തുനിന്ന് വരുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചമട്ട തൊഴിലാളികൾ, പ്രവാസികൾ, അങ്ങനത്തെ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അവരാണ്. ഈ നാടിനെ നിലനിർത്തുന്നവർ അവരൊക്കെ ഉണ്ടാവും. ആരെയും ബുദ്ധിമുട്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 10-25 പഞ്ചായത്ത് ഇവിടെ മറിയുന്നു. ഇപ്പം നിങ്ങൾ എഴുതി വെച്ചാൽ 43-ൽ എത്തി നിൽക്കണം. നമുക്ക് കാണാമെന്ന് 1 by 1 we'll see it.
പിന്നെ ഇതായി കഴിഞ്ഞ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയുടെ ഒരു ഭരണം എല്ലാം വളരെ പ്രധാനപ്പെട്ടാണല്ലോ. സ്വാഭാവികമായിട്ട് താങ്കളെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ CPM-ന്റെ പാനലിൽ മത്സരിച്ച ആളുകൾ രാജിവെക്കാൻ തയ്യാറാകുമോ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ? ഒരാളും രാജിവെക്കാതെ ഒരാളുടെയും സ്ഥാനം നഷ്ടപ്പെടാതെ തന്നെ ഇതിനൊക്കെ നമ്മൾ അട്ടിമറിക്കുന്നത്. നിയമപരമായിട്ട് തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ ഭരണമാറ്റം വരും. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അവർ ഒരു ആരോപണം പറഞ്ഞത് PV അൻവർ ഇടയ്ക്കിടയ്ക്ക് വാർത്താസമ്മേളനത്തിൽ കുടുംബമഹിമ പറയുന്നത് പറഞ്ഞത് കുടുംബമഹിമ സംബന്ധിച്ച് ചില കാര്യങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട്. അത് ഇനി കുടുംബമഹിമ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ പലതും ഞങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലേക്കൊരു കുടുംബ പ്രശ്നങ്ങളിലേക്കൊക്കെ പറയുന്നതുകൊണ്ടല്ല ഏറ്റുമുട്ടുക. അപ്പൊ അവരവരെ കുടുംബമഹിമ പറയട്ടെ. ഇനിയിപ്പോ എന്തൊക്കെ ദോഷം പറയുന്നില്ലല്ലോ, പറയട്ടെ. അപ്പൊ നമുക്ക് കാണാം. മുഖ്യമന്ത്രിക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളമാകുന്ന PR ഉദ്യോഗസ്ഥരും പ്രസ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സ്വകാര്യ PR ഏജൻസിയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ആ CM-ന്റെ ഓഫീസായി ഉത്തരം പറയണം. എന്തിനാ ഇവിടെ ഒരു PR? ഇത്രയും കമ്മ്യൂണിസ്റ്റുകാരും എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും കഴിവും ശേഷിയും പ്രാപ്തിയുള്ളൊരു PRD ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എത്ര ആൾ ശമ്പളം വാങ്ങുന്നുണ്ട്? അവർക്ക് പിന്നെ എന്താ പണി? ഈ PR ചെയ്യാനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ വേറെ സാധനം വേണോ? ചോദ്യം കഴിഞ്ഞ അപ്പൊ നീക്കം വെക്കൂ. രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ടും UDF ഒക്കെ ആകാംക്ഷയോടെയാണ് കാണുന്നത്. അപ്പൊ അതിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ട് എന്റെ പൊന്നാര മോനെ പാർട്ടി തന്നെ ആയിട്ടില്ല, അപ്പോഴേക്ക് ചേരുന്ന കാര്യം അല്ല. അവർക്ക് ചായ വാങ്ങി കൊടുത്ത പോരെ? ആളെ വിളിച്ചിട്ട് ബാബാ നീ അവിടെ പോയി കണ്ടുല്ലേ, ഒരു ചായ നല്ല വടിയും വാങ്ങിക്കൊടുക്കുക പാർട്ടി ഓഫീസിൽ നിന്ന്. അവരഭിവാദ്യം ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അതപ്പോൾ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന RSSകാരെയും മറ്റു വർഗീയവാദികളെയൊക്കെ കണ്ട് സംഭാഷണം നടത്തുന്നവരെ അഭിവാദ്യം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ. അതല്ലേ ചെയ്യുന്നത്. അപ്പൊ അഭിവാദ്യം ചെയ്യട്ടെ. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അത് വീണയ്ക്കോ അല്ലെങ്കിൽ റിയാസിനോ കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെ കൊടുത്തിട്ടെങ്കിൽ അദ്ദേഹം ഒഴിയണം എന്നാ പറഞ്ഞത്. അദ്ദേഹം കൊടുത്തിട്ട് ഒഴിയാനല്ല പറഞ്ഞത്, അത് തിരുത്തണം. ഇനിയിപ്പോ ഒരു നിവൃത്തിയില്ല. എന്നാൽ പാർട്ടിക്കാർക്കും കൈമാറാൻ അദ്ദേഹത്തിന് വിശ്വാസമില്ല. ഈ സമൂഹത്തിലെ എന്താ പറയാ, അദ്ദേഹം ഇങ്ങനെ ഓരോ ഈ നാടിന്റെ വികസനം ഇങ്ങനെ കൺകുളിർമയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. അദ്ദേഹം ഈ ആ സ്ഥാനത്ത് നിന്ന് മാറുമുണ്ടാകുന്ന പ്രയാസം, നാടിന് വരാൻ പോകുന്ന നഷ്ടത്തിൽ അദ്ദേഹത്തിന് ബേജാറുണ്ടെങ്കിൽ അദ്ദേഹം മകൾക്കോ മരുമകനോ കൈമാറട്ടെ എന്നാ പറഞ്ഞു. കുടുംബവാഴ്ച എന്ന് പറഞ്ഞത് അതൊരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ മതി. താങ്കൾ പറയാൻ ഉദ്ദേശിച്ച മുഖ്യമന്ത്രി അത്രയും മോശം ഭരണമാണ്, അത്രയും തരം താഴ്ന്ന ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പൊ എടുക്കുക. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പൂരം കലക്കിയ വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി RSSന്റെയും മറ്റു വർഗീയ ശക്തികളുടെയും നേതാക്കളുമായുള്ള അവരുടെ സമ്പർക്കം, ഈ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്തത് വളരെ നിലവാരം കുറഞ്ഞ തീരുമാനമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. നിലവാര തകർച്ച തന്നെയാണ്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഈ പാർട്ടിക്കാണ്. ആ പാർട്ടി അതിനെ സല്യൂട്ട് ചെയ്യാണ്. അപ്പൊ പിന്നെ സഖാക്കളിന് എന്താ ചെയ്യേണ്ടത് അവരറിയിക്കട്ടെ. ഇന്നലെ വിജയരാഘവൻ പറഞ്ഞത് ഈ PR ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എല്ലാം വ്യക്തമാക്കി, അതോടുകൂടി എല്ലാം അവസാനിച്ചതാണ്, ഇനി ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, രാത്രി ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഓരോ ആളുകൾ ഇതിനെ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായി ന്യായീകരിച്ചു എന്നുള്ളതാണ്. ഈ സമയം നോക്കി ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ പോലത്തെ ഒരു സാധുവിന് അതേ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യാനെന്ന്, ഇവർക്കൊക്കെ എന്താണ് ഈ പറയാനുള്ള നിവൃത്തികേട് എന്ന് കേരളത്തിലെ സഖാക്കളെ ചോദിക്കാൻ തുടങ്ങി. ആ നിവൃത്തികേടിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന പ്രഖ്യാപിച്ചിരുന്നല്ലോ, എന്തെങ്കിലും ആയോ? അതിന്റെ അടുത്ത ഘട്ടങ്ങൾ എന്തെങ്കിലും ആയോ? അതിന്റെ പണിയിലായി. നിങ്ങളൊരു ഒഴിവ് തരുന്നില്ലല്ലോ. ഞായറാഴ്ച നമ്മളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ പാർട്ടിയെ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ള അതിന്റെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയുക, നമ്മളൊരു സ്ട്രാറ്റജി പബ്ലിക്കുമായി നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അതിൽ ജനങ്ങളിലേക്ക് നമ്മളത് വിടും. അതിനുശേഷം ജനങ്ങൾക്ക് നമ്മുടെ ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ മറ്റ് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായം നമ്മൾ പരിഗണിക്കും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തും. അങ്ങനെ ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പാർട്ടിയുടെ ഫൈനൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നമ്മൾ തീരുമാനിക്കുകയും അത്
ഡിക്ലെയർ ചെയ്യുകയും അത് എന്താ പറയുക സീൽ ചെയ്യുകയും ചെയ്യാം. അതായത് ഈ ആദ്യം ഞായറാഴ്ചത്തെ സമ്മേളനത്തില് ഈ ഒരു പാർട്ടിയുടെ നയം അത് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. പങ്കുവെക്കുന്നുണ്ട്. എവിടെ വെച്ചിട്ട് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ. അത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ എല്ലാ നല്ലവരുടെ മനുഷ്യരുടെ മുമ്പ്. 6-ാം തീയതി ഈ വരുന്ന സൺഡേ വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരി ടൗണിലെ ജസീല ജംഗ്ഷനിൽ ബൈപ്പാസിലുള്ള വലിയ പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്തിലാണ് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഈ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന പോലീസിൻ്റെ ഈ ഗുണ്ടായിസം, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ഇടയിലുള്ള ഈ നെക്സസ്, നാട് നേരിടുന്ന പൊതുവായ വിഷയങ്ങൾ, ഒരു സമൂഹത്തെ മുഴുവൻ എന്താ പറയുക അപരവൽക്കരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങി താമർ ജിഫ്രി വിഷയം വരെയുള്ള വിഷയങ്ങൾ ഇന്ന് നമ്മളവിടെ പ്രതിപാദിക്കപ്പെടും. അതുകൊണ്ട് ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ MLA ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ നിലമ്പൂരിലെ പരിപാടിക്ക് പറഞ്ഞൊരു കാര്യം, ജനങ്ങളൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ അതിന് പിന്നിൽ താനുണ്ടാവും എന്നുള്ളതാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം MLA തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തി. ജനങ്ങളിൽ നിന്നും അഭിപ്രായ രൂപീകരണം സ്വരൂപിച്ചതിന് ശേഷമാണോ ഈ പാർട്ടി പ്രഖ്യാപനം നടത്തിയത്, അതോ സ്വയം തീരുമാനിച്ചത്? അതായത് കഴിഞ്ഞ ഒരു CM-ന്റെ എന്നെ തള്ളിക്കൊണ്ട് എന്നെ കള്ളനാക്കിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റിന് ശേഷമാണല്ലോ പുറത്തേക്ക് വരേണ്ടി വരുമെന്നുള്ള തീരുമാനം ഉണ്ടായി. അന്ന് തൊട്ടുള്ള നമ്മുടെ ആലോചനയും കമ്മ്യൂണിക്കേഷനുമാണ്. നിങ്ങളടക്കമുള്ളവർ പറഞ്ഞിരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകും. CPM ലീഡർഷിപ്പ് പ്രചരിപ്പിച്ചിരുന്നത് നമ്മൾ ലീഗിലോ കോൺഗ്രസിലോ പോകും. അപ്പം ആ ഒരു സാഹചര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലമ്പൂരിലെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ജനങ്ങളൊരു പാർട്ടിയായി മാറുകയാണെങ്കിൽ ഞങ്ങളതിന് അണിയായി നിൽക്കും. അതിൽ നിന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് വലിയ സമ്മർദ്ദം ജനങ്ങളുടെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്. ചിലതൊന്നും നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇവരൊക്കെ ഇനി നാളെ പൊതുസമൂഹത്തിൽ പെട്ടെന്നൊരു പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. വലിയ അടിയൊഴുക്കുകൾ ഈ പറഞ്ഞ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളിത് നീട്ടരുത്. നിങ്ങളുടെ പാർട്ടിയുടെ നയം രൂപീകരിച്ചത് ജനങ്ങളോട് പറഞ്ഞത് പ്രഖ്യാപിക്കണം. ഞങ്ങളെല്ലാം ഇതിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നീട്ടരുത് എന്ന പൊതുസമൂഹത്തിൻ്റെ വലിയ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് എനിക്ക് ഇന്നലെ അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത്. പുതിയ പാർട്ടി അങ്ങ് സ്വതന്ത്രമാണ്. പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞ് അത് ചേരാൻ കഴിയുമെന്ന് ചില നിയമവൃത്തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ അങ്ങ് അതിൽ പങ്കാളിയാവാതിരിക്കുന്നത് നിയമപരമായ സാഹചര്യം വരില്ലേ? അല്ല, ആ സാഹചര്യത്തെ നമ്മൾ നേരിടും. വേണ്ടി വന്ന രാജ്യക്കും അത്രയേ ഉള്ളൂ. അന്ന് വിഷയമില്ല. അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. അതിലിപ്പോൾ ഒരു MLA പണി പോകണമെങ്കിൽ പോട്ടെ, ഞാനത് വിഷയാക്കുകയല്ല. നമ്മൾ ഒരു പോരാട്ടമാണിത്. ഈ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ 3 അക്ഷരം വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതാണ് നിയമമെങ്കിൽ ആ നിയമത്തിന് വിധേയമായി എന്ത് നടപടിയാണോ ഞാൻ സ്വീകരിക്കേണ്ടത് ഞാൻ സ്വീകരിക്കും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ പോരാട്ടം നിർത്താൻ പറ്റുമോ? ഇതിൽ ഇന്നലെ UDF പറഞ്ഞത് ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ആ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രാഥമികമായി തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ, അതോ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങനെ പോകാൻ കഴിയും? ഇല്ല, ഞാനതൊന്നും ഇപ്പം ആലോചിക്കുന്നില്ല. പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നമ്മൾ അസസ് ചെയ്താലില്ല. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കും. ഞാൻ എൻ്റെ കസാല എവിടെ പോയിരിക്കും. സ്പീക്കർ അവിടെ ഇരിക്കണ്ടായിരുന്നു, കത്തുന്ന എവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഞാൻ കത്തൊന്നും കൊടുക്കുന്നില്ല. ഈ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാവും പറഞ്ഞല്ലോ. ഈ ഇപ്പം നിലവിലുള്ള ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ UDF എന്നൊക്കെ വലിയ ആരെങ്കിലുമൊക്കെ തങ്ങളൊപ്പം ചേരുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾ ഈ വിഷയത്തിൽ നമ്മൾ ഉയർത്തുന്ന ഈ നിലപാട് 100% ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇവരൊക്കെ ഇതിലുണ്ട്. പക്ഷേ അവരൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ പലതിനെയും ഭയപ്പെടുന്നു. എന്നാൽ ജീവഭയം തന്നെയാണ് കാര്യമായിട്ട്. ആ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. ചിലരൊക്കെ എന്നോട് പറഞ്ഞത്, സഖാവേ ഒരു രക്ഷയില്ല, നമ്മളെ കുടുംബത്തെ അങ്ങ് നാറ്റിക്കും. അത് നാറ്റിച്ച കുറേ പഴയ കഥകൾ പഴയ ലീഡർഷിപ്പ് പാർട്ടി വിട്ടപ്പോൾ പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അത് നേരിടാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. നമ്മളൊക്കെ തകർന്നു പോകും. നിങ്ങൾ തന്നെ പറഞ്ഞു, നമ്മളൊക്കെ തകർന്നു പോകും. നമ്മളെ മക്കളൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലാവും. അതുകൊണ്ടാണ് സഖാവേ നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോവാം, എന്നിട്ട് ഒന്നൊന്ന് ഇതിലൊന്നും എന്താ പറയുക
ഒരു തിരമാല ഒന്ന് അടങ്ങിയാൽ ഞങ്ങളൊക്കെ അതിലേക്ക് വരാം എന്ന് തന്നെ പറയുന്നത്. ഇവർക്ക് ഒരു വ്യക്തതയ്ക്കുള്ളിൽ ചോദിക്കുകയാണ്, പാർട്ടി രൂപീകരണത്തിന് മുന്നോട്ട് പോകും, അതിൽ നിയമപരമായിട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് അനുസരിച്ച് നീങ്ങും, വേണമെങ്കിൽ MLA പദവി രാജിവെക്കും. ഇത് തന്നെയല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ ഈ പോരാട്ടം തുടരും. ആ പോരാട്ടം തുടരാൻ MLA പദവി നിയമപരമായി തടസ്സമാണെങ്കിൽ ഈ സാധനം എടുത്ത് അങ്ങോട്ട് കൊടുക്കൂ, അത് പിടിച്ചോന്ന് പറയും. ഈ പോരാട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും, യാതൊരു തർക്കമില്ല. വളരെ വേഗത്തിലാക്കുകയാണ് ഈ പാർട്ടി രൂപീകരണത്തിനുള്ള ശ്രമങ്ങൾ. ഇനിയിപ്പോ ബൈ ഇലക്ഷൻ വരാൻ പോവാണ് വയനാട്. അതിൽ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിലൊരു നിലപാട്? അത് ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ പാർട്ടി രൂപീകരിച്ച് ഇതിനുമേൽ ലീഡർഷിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ആ ലീഡർഷിപ്പുമായി ആലോചിച്ചിട്ടുള്ളൊരു ജനകീയ തീരുമാനം ഇതിന് മുകളിലുണ്ടാവും. പേരിൽ ചർച്ചയാണ്, ഇങ്ങനെ ഒരു പേര് വേണ്ട. പേരിന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് തിങ്കളാഴ്ച പറയും.